നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹമാസിനെ പിന്തുണയ്ക്കുന്ന തുർക്കി പ്രസിഡന്റ് എർദോഗാനെതിരെ തിരിഞ്ഞ് ഇസ്രായേൽ. കുറച്ച് കാലങ്ങളായിട്ട് എർദോഗാൻ ഇസ്രായേലിന്റെ ഒരു കണ്ണിലെ കരടാണ്. ഹമാസിന് അനുകൂലമായി പ്രവർത്തിക്കുന്നു എന്ന കുറ്റം ആരോപിച്ച് ഇസ്രായേലിലുള്ള തുർക്കി എംബസിയിലെ ഉദ്യോഗസ്ഥനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇസ്രായേൽ. ഇതിനിടെ എർദോഗാൻ ഹമാസ് ബന്ധത്തിന്റെ കൂടുതൽ തെളിവുകളാണ് പുറത്തുവരുന്നത്. ഇത് ഇരു രാജ്യങ്ങൾക്കിടയിൽ വീണ്ടും കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഹമാസ് നേതാവ് ഹനിയെ തുർക്കി പാർലമെന്റിനെ അഭിസംബോധന ചെയ്യാൻ എർദോഗാൻ ഒരു സമയത്ത് ക്ഷണിച്ചിരുന്നു. ഹമാസുമായി 20 വർഷത്തെ ബന്ധമുള്ളതായി എർദോഗാൻ പരസ്യ പ്രസ്താവന നടത്തിയതും പുറത്തു വന്നിരിക്കുകയാണ്. അതിനിടെയാണ് ഇസ്രയേലിലെ ബീച്ചിൽ 13കാരികളായ പെൺകുട്ടികളുടെ ഫോട്ടോകൾ മൊബൈൽ ഉപയോഗിച്ച് രഹസ്യമായി എടുക്കാൻ ശ്രമിച്ച തുർക്കി എംബസി ഉദ്യോഗസ്ഥനെ ഇസ്രായേൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഹമാസിനെതിരെ ഗാസയിൽ ഇസ്രായേൽ യുദ്ധം ചെയ്യുകയാണ്. അതിനിടയിലാണ് പൊടുന്നനെ ഇസ്രായേലിലെ തുർക്കി എംബസിയിലെ ഒരു ഉദ്യോഗസ്ഥനെ ഇസ്രായേൽ അറസ്റ്റ് ചെയ്തത്. ഇസ്രായേലിനെതിരെ ചാരപ്രവർത്തനം നടത്തുന്നുണ്ട് എന്ന സംശയത്തെ തുടർന്നാണ് ഇസ്രായേലിലെ തുർക്കി എംബസിയിലെ ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്തതെന്ന് അറിയുന്നു. 13കാരികളായ ഇസ്രായേലി പെൺകുട്ടികളുടെ ഫോട്ടോ എന്തിനാണ് പകർത്തുന്നത്? ഇസ്രായേലിലെ ടെല്ലവീവിൽ അടച്ചിട്ട മുറിയിൽ നിന്ന് രഹസ്യമായി 13 വയസ്സായ ഇസ്രായേൽ പെൺകുട്ടികളുടെ ഫോട്ടോകൾ ഈ തുർക്കി ഉദ്യോഗസ്ഥൻ എടുത്തതായി പറയുന്നു. ടെല്ലവീവിലെ ഫ്രിഷ്പാൻ എന്ന ബീച്ചിലെ 13 വയസ്സുള്ള ഇസ്രായേൽ പെൺകുട്ടികളുടെ ഫോട്ടോയാണ് ഒരാൾ എടുത്തുകൊണ്ടേയിരിക്കുന്നതായി പരാതി ലഭിച്ചത്. ഇതേ തുടർന്നാണ് ഇസ്രായേൽ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാൾ തുർക്കി എംബസിയിലെ ഉദ്യോഗസ്ഥനാണെന്ന് അറിയുന്നത്. വാതിലിന് പിന്നിൽ മറഞ്ഞു നിന്ന് ഒരാൾ മൊബൈൽ ഫോണിൽ തന്റെ ചിത്രങ്ങൾ എടുക്കാൻ ശ്രമിച്ചു എന്ന് ഒരു ഇസ്രായേലി പെൺകുട്ടി തിരിച്ചറിഞ്ഞു. പരാതി കിട്ടിയ ഉടൻ ഇസ്രായേൽ പോലീസ് ഇയാളെ പിടികൂടി. പിന്നീട് ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് ചെയ്തു. ഇതോടെ ഇസ്രായേൽ തുർക്കി ബന്ധം മോശമായ നിലയിലേക്ക് പോവുകയാണ്. ഇസ്രായേലിന് തുർക്കിക്കെതിരെ അവിശ്വാസവും സംശയവുമുണ്ട്. ഇറാൻ, ഗാസ, വെസ്റ്റ് ബാങ്ക്, യമൻ, ലെബനോൻ, ഇസ്രായേൽ യുദ്ധം ചെയ്തത് ഈ ഇസ്ലാമിക ശക്തികളോടാണ്. ഇതിനിടെയാണ് തുർക്കിയെക്കുറിച്ച് ഇസ്രായേലിൽ സംശയമുയരുന്നത്. തുർക്കി പാർലമെന്റിനെ അഭിസംബോധന ചെയ്യാൻ എർദോഗാൻ ഹമാസ് നേതാവ് ഹനിയെ ക്ഷണിച്ചിരുന്നതായി വാഷിംഗ്ടൺ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പറയുന്നത്. ഹമാസുമായി 2 ദശകത്തിലധികമായി ബന്ധമുണ്ടെന്ന് എർദോഗാൻ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. അതിനിടയിലാണ് ഈ അറസ്റ്റ്. ഹമാസിന്റെ മേധാവി ഹനിയെ സ്വന്തം കുടുംബാംഗം പോലെ കരുതുന്ന നേതാവാണ് എർദോഗാൻ. പക്ഷെ അതിന് തൊട്ടു മുൻപാണ് ഇസ്രായേൽ ഹനിയെ വധിച്ചത്. ഇസ്രായേലിനെതിരെ പൊരുതുന്ന പലസ്തീനികൾക്ക് വേണ്ടിയുള്ള നീതിയുടെ ശബ്ദമായാണ് തുർക്കി ഹമാസിനെ കാണുന്നത്. ഹമാസിന്റെ ഉദ്യോഗസ്ഥരെ ആദ്യമൊക്കെ രഹസ്യമായും പിന്നീട് പരസ്യമായും തുർക്കി സ്വീകരിച്ചിരുന്നത് ഒരു തിങ്ക് ടാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നു. എർദോഗാൻ യുദ്ധക്കൊതിയനായ ഒരു മതഭ്രാന്തനാണെന്ന് പലപ്പോഴും പലരും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലിയ യുദ്ധക്കൊതിയനും മതഭ്രാന്തനുമാണ് എർദോഗാൻ എന്നാണ് അറിയപ്പെടുന്നതും. US ആര് ഭരിച്ചാലും അവർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന ആളുമാണ് എർദോഗാൻ. അതുവഴി US സഹായങ്ങൾ പല വിധത്തിൽ ഒപ്പിച്ചെടുക്കാറുമുണ്ട്. അത് ആയുധമായാലും ശരി, മറ്റു രീതിയിലുള്ള പിന്തുണയായാലും ശരി. സിറിയയിൽ ബാഷർ അൽ അസദിന്റെ സർക്കാരിനെ അട്ടിമറിക്കാൻ അമേരിക്കയ്ക്ക് സഹായം ചെയ്തതും എർദോഗാനാണ്. എന്തിന് ട്രംപിന് വേണ്ടി ഇറാൻ നേതാവ് അയത്തുള്ള ഖമീനിക്കെതിരെ ചാരപ്രവർത്തനം നടത്തിയിരുന്നു എർദോഗാൻ. തുർക്കിക്കാരാണ് ഇറാനിൽ നുഴഞ്ഞുകയറി പല രഹസ്യ വിവരങ്ങളും ചോർത്തിയതെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അയത്തുള്ള ഖമീനി ഷിയ നേതാവായതിനാൽ എർദോഗാന്റെ ശത്രുവാണ്. എർദോഗാൻ ഷിയ മുസ്ലിമാണ്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ എന്ന സുന്നി രാജ്യത്തിന് വേണ്ടി എർദോഗാൻ ഇന്ത്യക്കെതിരെ ചാടിയിറങ്ങിയതും. അതിനുള്ള മറുപടി തുർക്കിക്ക് ഇന്ത്യ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് തുർക്കി മാധ്യമങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാലും മനസ്സിലാകും. തുർക്കി ടൈഫൂൺ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിലും ഇസ്രായേൽ ആശങ്ക വർദ്ധിക്കുന്നുണ്ട്. നേരത്തെ F-35 എന്ന ബോംബർ വിമാനം എർദോഗാന് നൽകുന്നതിനെ ഇസ്രായേൽ എതിർത്തിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ തങ്ങൾക്കെതിരെ തിരിയാൻ സാധ്യതയുള്ള ഒരു ശക്തിയായാണ് ഇസ്രായേൽ എർദോഗാനെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പല സംശയങ്ങളും തുർക്കിക്കെതിരെ ഇസ്രായേൽ ഉന്നയിക്കുന്നത്. അതിന് പിന്നാലെ ജർമ്മനിയിൽ നിന്നും 5ാം തലമുറ യുദ്ധവിമാനമായ ടൈഫൂൺ വാങ്ങാൻ ഒരുങ്ങുകയാണ് എർദോഗാൻ. UK, ജർമ്മനി, ഇറ്റലി എന്നീ 3 നാറ്റോ രാജ്യങ്ങൾ ചേർന്ന് വികസിപ്പിച്ചതാണ് ടൈഫൂൺ. ഈ യുദ്ധവിമാനങ്ങൾ തുർക്കിക്ക് നൽകാമെന്ന് സമ്മതിച്ചിരിക്കുകയാണ് ബ്രിട്ടൻ. ഏകദേശം 40 ടൈഫൂണുകളാണ് തുർക്കി വാങ്ങാൻ ഒരുങ്ങുന്നത്. ഇതിനെതിരെയും ഇസ്രായേൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഈ മിഡിൽ ഈസ്റ്റ് പ്രദേശത്തെ ആയുധ ശക്തിയിലുള്ള തുല്യത നഷ്ടപ്പെടുത്തുമെന്നാണ് ഇസ്രായേൽ പ്രതികരിച്ചിരിക്കുന്നത്.
അതേസമയം ഗാസയിൽ ജനജീവിതം ഏറെ ദുസ്സഹമായി തുടരുകയാണ്. ഇതിനിടെ ഗാസയിലേക്ക് സഹായം എത്തിക്കുന്നതിനായി റാഫ അതിർത്തി ഉടൻ തുറക്കണമെന്നാവശ്യപ്പെട്ട് തുർക്കിയിൽ വൻ പ്രതിഷേധം നടക്കുകയാണ്. നെതർലാൻഡ്സിലെ ഈജിപ്ഷ്യൻ എംബസിക്ക് പിന്നാലെ തുർക്കിയിലെ എംബസിയും പൂട്ടി ആക്ടിവിസ്റ്റുകൾ. 2 വനിതാ ആക്ടിവിസ്റ്റുകൾ ചേർന്ന് പൂട്ടിയത്. ഇതിനോടൊപ്പം ഉയരുന്ന മറ്റൊരു ആശങ്കയാണ് യുദ്ധരംഗത്ത് ഉപയോഗിക്കാവുന്ന ഡ്രോണുകളുടെ നിർമ്മാണത്തിൽ സജീവമായ തുർക്കി ഇപ്പോൾ ഡ്രോണുകളെ തകർക്കുന്ന ഒരു ലേസർ ടാങ്ക് വികസിപ്പിച്ചിരിക്കുകയാണ്. ലോകത്തെ ആദ്യ ലേസർ ടാങ്ക് എന്നാണ് തുർക്കി അവകാശപ്പെടുന്നത്. ശത്രു സൈന്യത്തിന്റെ ഡ്രോണുകളെ ആകാശത്ത് വെച്ച് കണ്ടെത്തി തകർക്കാൻ ശേഷിയുള്ള അൽക്ക കപ്ലാൻ ഡയറക്റ്റഡ് എനർജി വെപ്പൺ സിസ്റ്റം എന്ന ലേസർ ടാങ്ക് ആണ് തുർക്കി അവതരിപ്പിച്ചിരിക്കുന്നത്. ജൂലൈ 22 മുതൽ 27 വരെ ഇസ്താംബൂളിൽ നടന്ന തുർക്കിയുടെ അന്താരാഷ്ട്ര പ്രതിരോധ വ്യവസായ മേളയിലാണ് അൽക്ക കപ്ലാൻ ഔദ്യോഗികമായി അവതരിപ്പിച്ചത്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യക്കെതിരെ ഡ്രോണുകൾ നൽകി പാകിസ്ഥാനെ സഹായിച്ച രാജ്യമെന്ന നിലയിൽ ഇന്ത്യയുടെ ശത്രുപക്ഷത്താണ് തുർക്കി ഇപ്പോൾ. തുർക്കിയിലെ റോക്കറ്റ്സാൻ FNSS എന്നീ ആയുധ നിർമ്മാണ കമ്പനികളുടെ സംയുക്ത പദ്ധതിയാണ് അൽക്ക കപ്ലാൻ. റോട്ടറി വിംഗ് മിനി ഓർ മൈക്രോ ആളില്ലാ വിമാനങ്ങളെയും മറ്റും കണ്ടെത്താനും നിർവീര്യമാക്കാനും കഴിവുള്ള അൽക്ക ഡയറക്റ്റഡ് എനർജി വെപ്പൺ സിസ്റ്റം വികസിപ്പിച്ചത് റോക്കറ്റ്സാൻ ആണ്. ശേഷം ഈ സംവിധാനത്തെ FNSS വികസിപ്പിച്ച കപ്ലാൻ ഹൈബ്രിഡ് വാഹനത്തിൽ ഘടിപ്പിച്ചു. കരസേനയ്ക്കും മറ്റ് സേനാ വിഭാഗങ്ങൾക്കും ഡ്രോണുകളിൽ നിന്ന് സുരക്ഷയൊരുക്കാനാകും വിധമാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. ശത്രു ഡ്രോണുകളെയും മറ്റു ഭീഷണികളും തിരിച്ചറിയുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അൽക്ക ഡ്യൂസ് ഉപയോഗിക്കുന്നുണ്ട്. ഇതുവഴി അതിവേഗം ഡ്രോണുകളും സ്ഫോടക വസ്തുക്കളും കണ്ടെത്തി നിർവീര്യമാക്കാൻ ഇതിനാവും. കപ്ലാൻ ഹൈബ്രിഡ് പവർ പാക്കിലാണ് ഇതിന്റെ പ്രവർത്തനം. FNSSന്റെ ഹൈ കിലോ വാട്ട് ജനറേറ്ററാണ് വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അൽക്ക ഡ്യൂസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പ്രവർത്തിക്കാൻ ആവശ്യമായ ഊർജം ഇതുവഴി ലഭിക്കുന്നു. ഊർജ്ജക്ഷമത ഏറെയുള്ള ഈ വാഹനത്തിന് ശത്രുക്കളുടെ ശ്രദ്ധയിൽപ്പെടാതെ ലക്ഷ്യം നിർവഹിക്കാനാകുമെന്നും തുർക്കി അവകാശപ്പെടുന്നു. അത്യാധുനിക സാങ്കേതിക വിദ്യകളിൽ പ്രവർത്തിക്കുന്ന ഡ്രോണുകൾ തകർക്കാനും ഇതിന് കഴിവുണ്ട്. കഴിഞ്ഞ 1.5 വർഷമായി നടന്ന മൊബിലിറ്റി പരീക്ഷണങ്ങൾക്കൊടുവിൽ അടുത്തിടെയാണ് അൽക്ക കപ്ലാൻ സംവിധാനത്തിന്റെ ഇന്റഗ്രേഷൻ പരീക്ഷണങ്ങൾ ആരംഭിച്ചത്. 6 മുതൽ 12 മാസത്തോളം ഇത് നീണ്ടു നിൽക്കുമെന്നാണ് വിവരം. സമീപകാലത്തെ യുദ്ധങ്ങളിൽ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആയുധ വർഷമായിരുന്നു നിർണായകമായത്. പലപ്പോഴും ഇതിനെ മിസൈൽ ഉപയോഗിച്ച് തകർക്കുക എന്നതായിരുന്നു പ്രതിരോധ മാർഗമായി രാജ്യങ്ങൾ സ്വീകരിച്ചിരുന്നത്. ഡ്രോണുകൾ പോർമുനയായി മാറുന്ന കാലത്ത് ഈ ലേസർ ടാങ്ക് ഏറെ നിർണായകമായിട്ടാണ് പലരും വിലയിരുത്തുന്നത്.